ഹലോ ഗായ്സ്, അസ്സാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നലത്തെ വീഡിയോൻ്റെ പാർട്ട് 2 ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. പാർട്ട് 1 കാണാത്തവരാണെങ്കിൽ അതൊന്ന് പോയി കാണാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. സ്കൈസ്കേപ്പ് റിസോർട്ടിന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ പ്രൊവൈഡ് ചെയ്തിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നല്ല അടിപൊളി ചായയും അതേപോലെ തന്നെ അതിലേക്ക് മുട്ട, വെള്ളപ്പം, നൂൽപുട്ട്, വെജിറ്റബിൾ കുറുമ ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും നന്നായിട്ട് തന്നെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു. ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് ചെക്കൗട്ട് ചെയ്തു. പിന്നെ പോയത് ബാണാസുര ഡാമിലോട്ടാണ്. നമ്മൾ വണ്ടിയിലായിരുന്നു പോയിരുന്നത്. അവിടെ ട്രാവലർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് 25 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. ഒരു 1 കിലോമീറ്റർ ഒക്കെ നടക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ വണ്ടിയാണ് ചൂസ് ചെയ്തത്. അങ്ങനെ വണ്ടിയിലാണ് നമ്മൾ ഡാമിൻ്റെ മുകളിലോട്ട് പോയത്. ബാണാസുര ഡാമൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറിയതാണ്. അവിടുന്ന് നല്ല മീൽസൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. നല്ല അടിപൊളി മീൽസായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ പോയത് ഹണി മ്യൂസിയത്തിലേക്കാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഹണി മ്യൂസിയം കാണുന്നത്. ഭയങ്കര ഒരു അതിശയമായിരുന്നു അവിടുത്തെ ഓരോരോ കാര്യങ്ങൾ. ഹണി മ്യൂസിയത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കൂ. ഇതെല്ലാം ചേർത്തിട്ടായിരിക്കും ദഹനം നടക്കാം. ദഹനത്തിന് ശേഷം പുറത്തേക്ക് തുപ്പുന്നതാണ്. അതാണ് ഈ അറകളിൽ അവർ സൂക്ഷിച്ചു വെക്കുന്നത്. മഴക്കാലത്ത് മഞ്ഞക്കാലത്ത് പൂക്കളുടെ ലഭ്യത കുറയും. ആ സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് തേങ്ങ എടുത്തത്. അതിൻ്റെ അകത്ത് തന്നെ തേൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് മക്കൾക്ക് തേനൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. പലതും പല ഫ്ലേവറിലുള്ള തേനുകളായിരുന്നു. 10% ആൺ തേനീച്ചകൾ. ആൺ തേനീച്ചകൾക്ക് വേറെ ജോലിയൊന്നുമില്ല. ഒറ്റൊരു പർപ്പസ് മാത്രമേ ഉള്ളൂ. റാണീനെ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പ്രത്യുൽപാദനത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത ഉടനെ തന്നെ ആൺ തേനീച്ചകൾ ചത്തുപോകും. 90% പെൺ തേനീച്ചകളാണ്. അവരാണ് കൂട്ടിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നത്. കൂടുണ്ടാക്കുന്നതും തേൻ ശേഖരിക്കുന്നതും ചെയ്യും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ഇറങ്ങുകയാണ്. പിന്നെ നമ്മൾ നേരെ നാട്ടിലേക്ക് തിരിച്ചു. അങ്ങനെ നിലമ്പൂരെത്തിയപ്പോൾ നമ്മൾ മുസുവല്ലിയിൽ നിന്ന് നല്ല കുഴിമന്തി കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.